എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, മഞ്ചിഷ്ട സോപ്പ് മേക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ മഞ്ചിഷ്ടയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറെ പേരായി പറയണു മഞ്ചിഷ്ടയുടെ ഒന്നുകൂടെ ഒന്ന് ചെയ്യുമെന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 2 kg ആണ് കേട്ടോ. 2 kgയിലേക്കുള്ള മെഷർമെന്റ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ തുടങ്ങിയാലോ. അപ്പൊ ഇതേ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആണ്, പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് ആണ് കേട്ടോ നമ്മളിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല റിസൾട്ട് ഉള്ള ഒരു സോപ്പാണ് മഞ്ചിഷ്ട സോപ്പ്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് വന്നാലോ. നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ലിപ്പിന് ഇട്ടിരിക്കുന്നത് നമ്മുടെ ലിപ് ബാം ആണ് കേട്ടോ. മോം ഓർഗാനിക്കിന്റെ ബീട്രൂട്ട് ടിൻറ്റഡ് ലിപ് ബാം ആണ്. നമുക്ക് ഈ ലിപ് ബാം ഇടുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ യാതൊരു ആവശ്യം വരുന്നില്ല കേട്ടോ. അതേ കണ്ടില്ലേ എന്റെ ലിപ്പില് നല്ലോണം ഓർഗാനിക് ആയിട്ട് നിൽക്കും ചെയ്യും. നല്ലൊരു എലഗന്റ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്യാം കേട്ടോ. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. എന്തിനാണ് കട്ട് ചെയ്യേണ്ടത്, നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് ബേസുകൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുറത്തൊരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ ഇലക്ഷൻ ആയ കാരണം കൊണ്ട് ഫുള്ള് പാട്ടുകളാണ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് മഞ്ചിഷ്ട പൗഡർ ഒരു 4 ടീസ്പൂൺ എടുക്കണം കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ നമുക്ക് ഒരു 2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 10-15 ml ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 5 ml ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ ഒരു 6-7 ഡ്രോപ്പ് നമുക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടും നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പാക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കട്ട പിടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സോപ്പ് ബേസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അടുപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മഞ്ചട്ടിക്കോലാണ് ഉള്ളത് വെച്ചെങ്കിൽ മഞ്ചട്ടിക്കോല് നമുക്ക് കഷായം ഉണ്ടാക്കിയിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ബേസിലേക്ക്. അപ്പോൾ പൗഡറാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടാനും നമുക്ക് കൂടുതൽ ഒരു എഫക്റ്റ് കിട്ടുക നമുക്ക് ഇതുപോലെ പൗഡർ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 40 ml ഫ്രാഗ്രൻസ് ആണ്. ഊതിൻ്റെ സ്മെല്ലാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഊതിൻ്റെ സ്മെല്ലാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ്. അപ്പോൾ ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ ഏത് മോൾഡിൽ ചെയ്താലും എനിക്ക് ഈ പിയേഴ്സ് മോൾഡിൽ ചെയ്യുന്ന ഒരു ഫിനിഷിങ് കിട്ടാറില്ല കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കിതിലേക്ക് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സോപ്പ് കാണുമ്പോഴും ഒരു പ്രത്യേക വലുപ്പവും അതുപോലെ തന്നെ ഭംഗിയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ മിക്ക സോപ്പുകളും പിയേഴ്സ് മോൾഡിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് 100 ഗ്രാമിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. 101 അല്ലെങ്കിൽ 102, 105 ഗ്രാം വരെയൊക്കെ ഉണ്ടാവും കേട്ടോ ചില സോപ്പുകൾ. അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് മേക്കിംഗ് കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പറയുന്ന അതേ മെഷർമെൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഷാംപൂ ബേസ്, ഫേസ് വാഷ് ബേസ്, ഷവർ ജെൽ ബേസ്, ക്രീം ബേസ്, ലിപ് ബാം ബേസ് എല്ലാ ബേസുകളും അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ഒരു 15ഓളം സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഏത് കിറ്റാണ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് മേക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായി കിട്ടും കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പറയുന്ന പോലെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് നല്ല പെർഫെക്റ്റ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോപ്പ് കിടിലനായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ല
അടിപൊളി സോപ്പാണ് നമ്മുടെ മഞ്ചിഷ്ട സോപ്പ് കേട്ടോ. നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുന്ന സോപ്പാണ്. അപ്പോൾ ഇനി നമുക്കിത് കവർ ചെയ്തെടുക്കണം കേട്ടോ. ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് ഞാനിവിടെ കവർ ചെയ്യുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ച് തരുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.